നമസ്കാരം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഈ 2025 സമ്പൽ സമൃദ്ധിയുടെ എല്ലാ ഐശ്വര്യത്തിൻ്റെയും വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2025 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകാൻ ഇടയുള്ള ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂർ 2025 മാർച്ച് മാസം അവസാനത്തോടെ 7ര ശനി തുടങ്ങുകയാണ്. മെയ് പകുതിയോടെ വ്യാഴം 3-ൽ മറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മേടക്കൂറിൽ ജനിച്ചവർക്ക് 2025 അത്ര നല്ല വർഷമാകാൻ ഇടയില്ല എന്നുവച്ച് നിരാശപ്പെടേണ്ടതില്ല. വളരെ ശ്രദ്ധിച്ച് ജീവിക്കുകയാണ് എങ്കിൽ വലിയ കുഴപ്പങ്ങൾ കൂടാതെ ഈ വർഷം കടന്നുപോകും. പൊതുവെ നോക്കിയാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരുതരം തടസ്സങ്ങൾ ആയിരിക്കും. ഒന്നും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയാതെ വരും. മനസ്സുഖം കുറഞ്ഞിരിക്കും. അധികം കാലവും ടെൻഷനായിരിക്കും. ഒന്നിലും മനസ്സ് ഉറച്ചു നിൽക്കാൻ ആകാതെ വരും. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്ന കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. പല തെറ്റായിട്ടുള്ള തീരുമാനങ്ങളും എടുക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഏത് കാര്യവും വളരെ സാവധാനം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക. റിസ്ക് എടുത്ത് എന്തെങ്കിലും കാര്യം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പരാജയ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കഴിവതും സേഫായി തന്നെ പോകാൻ മേടക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തി ഉള്ളതും കൂടെ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിലുള്ള ജോലിയാകട്ടെ സമ്പാദ്യമാകട്ടെ എല്ലാം നിലനിർത്തി മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഉള്ള ജോലി മതിയാക്കി പുതിയത് നോക്കുക. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക. പുതിയ ബിസിനസ് തുടങ്ങുക എന്നിവ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയെ ഉണ്ടാക്കാം. ഇതിനൊന്നും ഈ ഒരു വർഷം കൊള്ളില്ല. വിവാഹം, ഗൃഹനിർമ്മാണം, സന്താനലബ്ധി തുടങ്ങിയ മംഗളകാര്യാദികൾക്ക് പലതിലും തടസ്സം നേരിടുന്ന വർഷമാണ്. തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഈ വർഷം ഉണ്ടാകണമെന്നില്ല. ജോലിഭാരം വർദ്ധിച്ചിരിക്കും. പണം സൂക്ഷിച്ച് ചെലവാക്കുക. സാമ്പത്തിക നഷ്ടത്തിനും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകാനും ഇടയുണ്ട്. പഠനത്തിനായോ തൊഴിലിനായോ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടക്കാൻ ഇടയുള്ള കാലമാണ്. ശരീരാധ്വാനം വേണ്ടിവരുന്ന ജോലികൾ ചെയ്യുന്നവർക്ക് ഇത് നല്ല വർഷം ആയിരിക്കും. ഈ വർഷം ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശരീരസുഖം കുറഞ്ഞിരിക്കും. ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. എഞ്ചിനീയേഴ്സ്, കമ്പനി ജോലികൾ ചെയ്യുന്നവർ, സർക്കാർ ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ എന്നിവർക്ക് തൊഴിൽപരമായ പല പ്രയാസങ്ങൾക്കും ഇടയുള്ള കാലമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കും. കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 1-ാം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറ് മാർച്ച് മാസം അവസാനത്തോടെ കണ്ടകശനി മാറുന്നുണ്ട്. മെയ് പകുതിയോടെ വ്യാഴം 2-ലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ വിലയിരുത്തിയാൽ നല്ല വർഷം ആകാനാണ് സാധ്യത. ഏറെ പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ഈ വർഷം ശ്രമിച്ചാൽ ചിലപ്പോൾ നടന്നേക്കാം. നിലവിൽ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പലതും ഈ വർഷം തന്നെ പരിഹരിക്കപ്പെടാനാണ് സാധ്യത. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ മെച്ചപ്പെട്ട തൊഴിൽ നോക്കുന്നവർക്ക് അത് നേടാനാകുന്ന വർഷമാണ്. നിലവിൽ ചെയ്യുന്ന തൊഴിലിൽ പുരോഗതി ഉണ്ടാകും. ആഗ്രഹിക്കുന്നത് പോലെ പ്രൊമോഷനും ട്രാൻസ്ഫറും ഒക്കെ ലഭിക്കാവുന്ന കാലമാണിത്. സാമ്പത്തികം മെച്ചപ്പെടും. പുതിയ ധനാഗമന മാർഗങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടും. കുറേ നോക്കിയിട്ടും വിവാഹം നടക്കാത്തവർക്ക് ഈ വർഷം അതിന് അനുകൂലമായിട്ടുള്ള കാലമാണ്. വിവാഹമോചനത്തിൻ്റെ വക്കോളമെത്തിയ ചില ബന്ധങ്ങൾ ഒരുമിച്ചു എന്നും വരാം. എല്ലാത്തരം ബന്ധങ്ങളിലുമുള്ള പിണക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ ആകുന്ന കാലമാണ്. കഴിഞ്ഞ കാലത്ത് വലിയ ദുഃഖങ്ങളിൽ അകപ്പെട്ടവർക്ക് 2025 അതിജീവനത്തിൻ്റെ കാലമാണ്. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ
എന്തിലും വിജയം നേടാനാകും. ഭൂമി വാങ്ങാനോ വീട് വയ്ക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഇത് നല്ല വർഷമാണ്. സന്താന തടസ്സം മാറി സന്താന ലബ്ധിക്ക് സാധ്യതയുണ്ട്. പഠിക്കാനായും തൊഴിലിനായും വിദേശത്ത് പോകാൻ നോക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ്. ബിസിനസ്സിൽ നഷ്ടങ്ങളിൽ നിന്ന് അതിജീവിക്കാനാകുന്ന വർഷമാണ്. പുതിയ ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കാനാകാം. നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന വർഷമാകും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, സമയം നല്ലതാണ് എന്ന് വച്ച് നേരാവണ്ണം ചിന്തിക്കാതെ പ്രവർത്തിച്ചാൽ ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടു പോകും എന്ന് സൂചിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞ ഈ ഗുണഫലങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാകണമെങ്കിൽ ജാതകത്തിലും നല്ല ദശാപഹാരങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. മകീരം രണ്ടാം പകുതി, തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മിഥുനക്കൂറ്. മെയ് പകുതി വരെയും വ്യാഴം 12 സഞ്ചരിക്കുന്നു. അതിനുശേഷം ജന്മവ്യാഴം, മാർച്ച് അവസാനം മുതൽ കണ്ടകശനി. എല്ലാം വച്ച് നോക്കുമ്പോൾ അത്ര ഗുണകരമാകാൻ ഇടയില്ല. പക്ഷേ 2024 കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം പകുതിക്ക് ശേഷമെങ്കിലും നല്ല ഫലങ്ങൾക്ക് സാധ്യതയുണ്ട്. വർഷത്തിൻ്റെ തുടക്കം അത്ര നല്ലതായിരിക്കില്ല. വിശേഷിച്ചും മനസ്സുഖം കുറവായിരിക്കും. എപ്പോഴും ടെൻഷനായിരിക്കും. ശ്രദ്ധിച്ചില്ല എങ്കിൽ വഴിയെ പോകുന്ന പല വയ്യാവിലികളും തലയിലാകാൻ ഇടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം ഉണ്ടാകാം. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ വരവിനേക്കാളും ചിലവ് കൂടിയിരിക്കാനാണ് സാധ്യത. ധനനഷ്ടത്തിന് ഇടയുണ്ട്. ചില ഭാഗ്യദോഷങ്ങൾ നേരിട്ടു എന്ന് വരും. കിട്ടുമെന്ന് വിചാരിച്ച ചിലത് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. കഴിവിനനുസരിച്ച് മുന്നേറാനാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. പരിശ്രമം കൂടുതലും ലാഭം കുറവുമായിരിക്കും ഈ ഒരു കാലം. പ്രത്യേകിച്ചും ബിസിനസ് ചെയ്യുന്നവർക്ക് ആദ്യ പകുതി പല നഷ്ടങ്ങളും നിറഞ്ഞതാകും. ഒരു മുന്നേറ്റം ഇല്ലായ്മ ഫീൽ ചെയ്തു എന്ന് വരാം. തൊഴിൽപരമായിട്ടുള്ള പല പ്രയാസങ്ങൾക്കും സാധ്യതയുള്ള വർഷമാണ്. എന്നാൽ 2025 മെയ് പകുതിക്ക് ശേഷം ആശ്വാസകരമായിട്ടുള്ള ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരാം. തൊഴിലിലെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടാം. തൊഴിൽ മെച്ചപ്പെടാം. സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങൾ തെളിയും. രോഗം മാറി ആരോഗ്യം പുഷ്ടിപ്പെടും. മനോദുഃഖം മാറി സന്തോഷിക്കാനാകുന്ന ചില അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അതുവരെ നേരിട്ട് വന്ന പ്രയാസങ്ങളിൽ ചിലതൊക്കെ പരിഹരിക്കപ്പെടും. കാര്യങ്ങൾ ചെയ്യാൻ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായി എന്ന് വരും. തടസ്സങ്ങൾ പലതും ഉണ്ടാവുമെങ്കിലും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. വിവാഹം, ഗൃഹനിർമ്മാണം എന്നീ മംഗളകാര്യാദികൾക്ക് ഉള്ള തടസ്സങ്ങളൊക്കെ മാറി വന്നേക്കാം. വലിയ പുരോഗതിയൊന്നും ഉണ്ടായില്ല എങ്കിലും കുഴപ്പങ്ങൾ കൂടാതെ പിടിച്ചു നിൽക്കാൻ കഴിയും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. പുണർദം അവസാനകാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകക്കൂറ്. മാർച്ച് അവസാനം വരെ അഷ്ടമശനി. മെയ് പകുതിയോടെ വ്യാഴം 12 സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ 2025 അത്ര നല്ല വർഷമാകാൻ ഇടയില്ല. 2025 മെയ് പകുതിക്ക് ശേഷമാണ് ദോഷഫലങ്ങൾ കൂടുതലും അനുഭവിച്ച് തുടങ്ങുന്നത്. പലതരത്തിലുമുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ വരാവുന്ന കാലമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള പല ചിലവുകളും ഉണ്ടായേക്കാം. വരവിനേക്കാളും ചിലവ് കൂടിയിരിക്കും. ധനനഷ്ടത്തിന് ഇടയുള്ള കാലമാണ്. ഭാഗ്യം തുണയ്ക്കില്ലാത്ത കാലമാണ്. ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയാൽ നഷ്ടങ്ങൾക്കാണ് സാധ്യത. കിട്ടും എന്ന് വിചാരിക്കുന്ന പലതും നഷ്ടമായേക്കാം. പ്രതീക്ഷിക്കുന്ന പോലെ പലതും ഈ ഒരു വർഷം നടക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇല്ലാത്തതിന് പുറകെ പോകാതെ ഉള്ളതിനെ നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത്. സമയം മോശമാണ്. അതുകൊണ്ട് ടെൻഷൻ അടിച്ചിട്ടോ ദേഷ്യം കാട്ടിയിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. എല്ലാം സംയമനത്തോടുകൂടി സമാധാനത്തോടുകൂടി നേരിടാനാണ് ശ്രമിക്കേണ്ടത്. പല തെറ്റായിട്ടുള്ള തീരുമാനങ്ങളും എടുക്കാനിടയുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ ഏത് കാര്യവും വളരെ ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക. തൊഴിൽ പുരോഗതി ഉണ്ടാകണം എന്നില്ല. തൊഴിലിൽ പല പ്രയാസങ്ങളും ഉണ്ടായേക്കാം. തൊഴിൽ ഭാരം വർദ്ധിച്ചിരിക്കും. തൊഴിൽ മാറ്റം ഈ സമയത്ത് നല്ലതല്ല. ഉള്ള തൊഴിൽ
നിലനിർത്തി പോകുന്നതാണ് ഈ സമയത്ത് നല്ലത്. പുതിയ ബിസിനസ് തുടങ്ങുക, പുതിയ സംരംഭം തുടങ്ങുക എന്നിവയും ഗുണകരം അല്ല. എല്ലാത്തിലും ഒരു നഷ്ടസാധ്യത നിലനിൽക്കുന്ന കാലമാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. പലതും കണ്ടില്ലെന്ന് വയ്ക്കുന്നതാകും ഈ ഒരു വർഷം നല്ലത്. പലരുമായും കലഹിക്കാനും പിണങ്ങാനും ഒക്കെ ഇടയുണ്ട്. സ്നേഹബന്ധങ്ങൾ പിരിഞ്ഞു പോകാനും സാധ്യതയുള്ള വർഷമാണ് 2025. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ഒരു സമയം നഷ്ടങ്ങളുടേതാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും പ്രയാസങ്ങൾ നിറഞ്ഞതാകാനാണ് സാധ്യത. സന്താന സംബന്ധമായിട്ടുള്ള പല പ്രയാസങ്ങളും ഈ സമയത്ത് നേരിട്ടു എന്ന് വരാം. റിസ്ക് പിടിച്ച എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. ഈ സമയം വളരെ ശ്രദ്ധിച്ച് അതിജീവിക്കുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ തുളസിമാല, മഞ്ഞപ്പെട്ട് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂർ മാർച്ച് അവസാനമാകുമ്പോഴത്തേക്ക് കണ്ടകശനി മാറും. മെയ് പകുതിയോടെ വ്യാഴം 11 വരും. ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് 2025 ഗുണകരമാണ്. കുറെ കാലമായിട്ടും ശ്രമിച്ചിട്ടും നടക്കാതെ പോയ ചിലതൊക്കെ ഈ വർഷം നടന്നേക്കാം. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി വരാം. പുതിയ കാര്യങ്ങൾ ചെയ്ത് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയും. മനസ്സുഖം ലഭിക്കുന്ന വർഷമാണ്. ടെൻഷനൊക്കെ കുറയും. തൊഴിലിൽ പ്രയാസങ്ങൾ മാറും. മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കാനോ നിലവിലെ തൊഴിലിൽ പുരോഗതി ഉണ്ടാകാനോ ഇടയുണ്ട്. സാമ്പത്തികം മെച്ചപ്പെടും. പുതിയ ധനാഗമന മാർഗങ്ങൾ ഉണ്ടാകാം. കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ മാറും. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ്. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും വിവാഹം, ഗൃഹനിർമ്മാണം തുടങ്ങിയ മംഗളകാര്യാദികൾക്കും ഒക്കെ അനുകൂലമായ വർഷമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കുക തന്നെ ചെയ്യും. ആരോഗ്യം മെച്ചപ്പെടും. കഴിവിനനുസരിച്ച് മുന്നേറാൻ ആകുന്ന വർഷമാണ്. പരിശ്രമിച്ചാൽ ഈ ഒരു വർഷം വിജയം ഉറപ്പാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചാൽ അതിന് കഴിയുന്ന വർഷമാണ്. ശനി അഷ്ടമത്തിലേക്ക് മാർച്ച് അവസാനം പ്രവേശിക്കുന്നത് കൊണ്ട് പലരുമായും കലഹിക്കാനും പിണങ്ങാനും ഒക്കെ ഇടയുണ്ട്. വിശേഷിച്ചും അസൂയാലുക്കളാലും ശത്രുക്കൾ കാരണവും പ്രയാസങ്ങൾ നേരിട്ടു എന്ന് വരാം. നിസാരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ വലുതായി എന്ന് വരാം. കടം കൊടുത്ത ആ പണം തിരികെ കിട്ടാൻ പ്രയാസപ്പെടുന്ന കാലമാണ്. മേലധികാരിയുടെ അപ്രീതിക്ക് പാത്രമാകാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാ തടസ്സത്തിന് ഇടയുണ്ട്. കുടുംബത്തിൽ നിസാരമായിട്ടുള്ള കാര്യങ്ങൾ കാരണം സമാധാനം ഇടയ്ക്കൊക്കെ കുറഞ്ഞിരിക്കും. പ്രിയപ്പെട്ടവരുടെ രോഗാതുരതകൾ കാരണം പ്രയാസപ്പെടാനും ഈ ഒരു വർഷം സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞ ദോഷഫലങ്ങൾ ഇടവിട്ടാകും ഉണ്ടാകുന്നത്. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായകരമാണ്. ഉത്രം മുക്കാൽ, അത്തം ചിത്തിര പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ മാർച്ച് അവസാനം മുതൽ കണ്ടകശനി ആരംഭിക്കും. മെയ് പകുതി മുതൽ വ്യാഴം 10 സഞ്ചരിക്കുകയും ചെയ്യും. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലമാണിത്. ഒരുതരം തടസ്സം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകുമെങ്കിലും കാര്യങ്ങളെയൊക്കെ നടത്തിയെടുക്കാൻ ആകുന്ന വർഷമാണ്. വല്ലാത്ത അലച്ചിൽ പലപ്പോഴും അനുഭവപ്പെട്ടേക്കാം. പലരുമായും ശത്രുതയിൽ ആകാനും പിണങ്ങാനും ഒക്കെ ഇടയുണ്ട്. എന്നാൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പണച്ചിലവ് കൂടിയിരിക്കുമെങ്കിലും വരുമാനമുണ്ടാകുന്ന വർഷമാണ്. സാമ്പത്തിക നഷ്ടം ഇടയ്ക്കൊക്കെ ഉണ്ടാകും. പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ പലപ്പോഴും നേരിട്ടു എന്ന് വരാം. മനസ്സത്ര ഒരു പോസിറ്റീവ് ആയിരിക്കില്ല. പല ചിന്തകളും ആകുലതകളും ഭാവിയെ പറ്റിയുള്ള ആശങ്കകളും മനസ്സിൻ്റെ സമാധാനത്തെ കുറച്ചേക്കാം. ആരോഗ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ശരീരസുഖം കുറഞ്ഞിരിക്കും. തൊഴിൽപരമായ ചില പ്രയാസങ്ങൾ നേരിടുമെങ്കിലും അവയെ പരിഹരിക്കാൻ സാധിക്കും. തൊഴിലിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഈ ഒരു വർഷം ഉണ്ടാകണം എന്നില്ല. ഏർപ്പെടുന്ന ഏത് കാര്യത്തിലായാലും ചില നേട്ടങ്ങൾക്ക് ഇടയുള്ള വർഷമാണ്. ഒന്നിലും തീർത്തും അങ്ങോട്ട് പരാജയപ്പെടേണ്ടി വരില്ല. പുതിയ തൊഴിൽ നോക്കുന്നവർക്ക് അത് ലഭിക്കാൻ ഇടയുണ്ട്. ഈ സമയം കുടുംബ ജീവിതം
അത്ര സന്തോഷകരമായിരിക്കാൻ ഇടയില്ല. ജീവിത പങ്കാളിയുമായി കലഹങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. സന്താനത്തിന്റെ കാര്യത്തിലും മനോവിഷമത്തിന് ഇടയുള്ള കാലമാണ്. മുള്ളുകുത്തി വേദനിപ്പിക്കും പോലെയുള്ള ചില പ്രയാസങ്ങൾ നേരിടുന്ന കാലമാണ്. ഏറെ സ്നേഹിക്കുന്നവർ കാരണം വിഷമിക്കേണ്ടി വരാം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുകൂലമായ കാലമാണ്. എന്നാൽ അവ പെട്ടെന്ന് ലാഭത്തിലേക്ക് എത്തണം എന്നില്ല. ഏത് കാര്യവും സാവധാനം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് തരക്കേടില്ലാത്ത വർഷമാണ് 2025. പക്ഷെ വലിയ പുരോഗതിക്ക് ഇടയില്ല. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായകരമാക്കും. ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന തുലാം കൂറ്. മെയ് പകുതിക്ക് ശേഷം തുലാം കൂറിൽ ജനിച്ചവർക്ക് നല്ല കാലമാണ്. നിലവിൽ അനുഭവിച്ചു വരുന്ന പ്രയാസങ്ങൾ പലതും മാറിവരും. 2024 അനുഭവിക്കുന്ന തടസ്സങ്ങൾ പലതും മാറും. പുത്തൻ പ്രതീക്ഷകളും നല്ല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന വർഷമാണ് 2025. കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ ഉത്സാഹം ഉണ്ടാകും. നല്ല ഭാഗ്യാനുഭവങ്ങൾക്കും ഇടയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടായി എന്ന് വരാം. ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുന്ന വർഷമാണിത്. തൻ്റെ തീരുമാനങ്ങൾ പലതും പ്രാവർത്തികമാക്കാൻ കഴിയും. ഉദ്ദേശിക്കും പോലെ ചില കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും. തൊഴിൽ പുരോഗതിക്ക് സാധ്യതയുണ്ട്. പുതിയ തൊഴിൽ ലഭിക്കാനോ തൊഴിലിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനോ ഇടയുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങാനും സംരംഭങ്ങൾ ആരംഭിക്കാനും അനുകൂലമായിട്ടുള്ള വർഷമാണ്. നിലവിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. സാമ്പത്തിക പുരോഗതി ഉണ്ടാകാം. പുതിയ ധനാഗമന മാർഗങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. മനസ്സിലെ പദ്ധതികളിൽ ചിലതെങ്കിലും പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാലമാണ്. വിവാഹ തടസ്സമൊക്കെ മാറിവരും. ജീവിത പങ്കാളിയുമായി രമ്യതയിൽ എത്താനാകും. കുടുംബത്തിലും സന്തോഷകരമായിട്ടുള്ള പല അനുഭവങ്ങൾക്കും ഇടയുണ്ട്. സന്താനങ്ങളെ സംബന്ധിച്ചുള്ള ചില മനോവൈഷമ്യങ്ങൾ പരിഹരിക്കപ്പെടുന്ന വർഷമാണ് 2025. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം ലഭിച്ചേക്കാം. തൻ്റെ കഴിവുകൾ പലതും അംഗീകരിക്കപ്പെടും. തന്നെ സഹായിക്കാൻ മറ്റുള്ളവർക്ക് മനസ്സുണ്ടാകും. ധൈര്യത്തോടെ പല കാര്യങ്ങളും ചെയ്യാനാകും. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇടവിട്ട് ഉണ്ടാകും. ചിലരുമായി കലഹിക്കാനും വാക്ക് തർക്കത്തിൽ ഏർപ്പെടാനുമൊക്കെ സാധ്യതയുണ്ട്. അസൂയാലുക്കൾ ചുറ്റിലും കൂടുന്ന കാലമാണ്. ആരോപണങ്ങൾ കേൾക്കാനും മനസ്സറിയാത്ത കാര്യത്തിൽ തൻ്റെ പേര് വലിച്ചിഴക്കപ്പെടാനും ഒക്കെ ഇടയുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവർക്കുണ്ടാകുന്ന രോഗാതുരതകൾ കാരണം പ്രയാസമനുഭവിക്കാനും ഇടയുണ്ട്. മൊത്തത്തിൽ നല്ല കാലമാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ദോഷഫലങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടായി എന്ന് വരും. വിശാഖം അവസാനകാൽ, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികക്കൂറ് 2025 മെയ് പകുതി വരെയും തരക്കേടില്ലാത്ത കാലമാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ ജീവിച്ചു പോകാൻ സാധിക്കും. എന്നാൽ മെയ് പകുതിക്ക് ശേഷം സമയമത്ര നല്ലതല്ലാണ്ട് വരും. എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളാകും. ഒന്നും വിചാരിച്ച പോലെ പോകണം എന്നില്ല. എല്ലാ കാര്യങ്ങളും നടക്കാൻ വല്ലാണ്ട് കാലതാമസം നേരിട്ടു എന്ന് വരാം. പരിശ്രമത്തിനനുസരിച്ച് ഉള്ള ഒരു ഫലപ്രാപ്തി ഉണ്ടാകില്ല. മനസ്സുഖം കുറയും. എപ്പോഴും ഒരുതരം ടെൻഷൻ ആയിരിക്കും. സഹായിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെടൽ നേരിട്ടു എന്ന് വരും. ഒരു പ്രശ്നം തീരുമ്പോൾ ഉടനെ അടുത്തത് എന്ന വിധം പല പ്രയാസങ്ങളും നേരിടാൻ ഇടയുണ്ട്. തനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ രൂപപ്പെട്ടേക്കാം. പ്രിയപ്പെട്ടവരുമായി കലഹത്തിനും അഭിപ്രായ ഭിന്നതയ്ക്കും ഒക്കെ ഇടയുണ്ട്. ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വന്നേക്കാം. പലരും തന്നെ വേദനിപ്പിച്ചു എന്ന് വരാം. ശത്രുക്കൾ ഉണ്ടാകുന്ന വർഷമാണ്. ഒരുതരം മത്സരം എല്ലാവരിൽ നിന്നും ഫീൽ ചെയ്തേക്കാം. പല കാര്യങ്ങളും അരികെ എത്തിയിട്ട് നഷ്ടമായി എന്ന് വരാം. ഭാഗ്യദോഷങ്ങൾ വർദ്ധിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഭാഗ്യ പരീക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. വേണ്ടപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് ഏത് കാര്യവും ചെയ്യുന്നത് നന്നായിരിക്കും.
തൻ്റെ സ്വന്തം തീരുമാനങ്ങൾ പലപ്പോഴും പാളിപ്പോകാൻ ഇടയുണ്ട്. പുതിയതിനെ പിന്നാലെ പോകുന്നതിനേക്കാളും ഉള്ളതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു വർഷം നല്ലത്. തൊഴിൽ മേഖല ഈ സമയം അത്ര നന്നായിരിക്കില്ല. തൊഴിലിൽ പല പ്രയാസങ്ങളും ഉണ്ടായേക്കാം. ബിസിനസ് ചെയ്യുന്നവർക്കും സ്ഥിരമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും പല പ്രയാസങ്ങളും നേരിടാൻ ഇടയുള്ള വർഷമാണിത്. വണ്ടി ഓടിക്കുന്നതും റിസ്ക് പിടിച്ച കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ വളരെ ശ്രദ്ധിക്കുക. ജാതകത്തിലും സമയദോഷം ആണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ ദോഷഫലങ്ങൾ കൂടുതലായി തന്നെ നേരിടും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ഭഗവാന് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായകരമാകും. മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ധനുക്കൂറ്. 2024 ധനുക്കൂറിൽ ജനിച്ചവർക്ക് നല്ല വർഷം ആയിരുന്നില്ല. എന്നാൽ 2025 മെയ് പകുതിക്ക് ശേഷം സമയം തെളിയും. തടസ്സങ്ങൾ പലതും മാറും, പ്രയാസങ്ങൾ മാറും, പുതിയ കാര്യങ്ങൾ ചെയ്യും. മുടങ്ങിക്കിടന്ന പലതും പുനരാരംഭിക്കാൻ കഴിയും. ഏറെ പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ ചിലതൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടത്തിയെടുക്കാൻ സാധിക്കും. തൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി അവ പരിഹരിച്ച് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തിലും വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിലെ പല പ്രയാസങ്ങളും പരിഹരിക്കാൻ കഴിയും. ജീവിത പങ്കാളിയുമായിട്ടുള്ള പൊരുത്തക്കേടുകൾ പറഞ്ഞു തീർക്കാൻ സാധിക്കും. സ്വന്തം തീരുമാനങ്ങൾ നടത്തിയെടുക്കാനാകുന്ന വർഷമാണ്. വിവാഹ തടസ്സം നേരിടുന്നവർക്ക് വിവാഹം നടക്കാവുന്ന വർഷമാണിത്. തൊഴിലിലെ പ്രയാസങ്ങൾ മാറി തൊഴിലിൽ പുരോഗതി ഉണ്ടാകും. പുതിയ തൊഴിൽ ലഭിക്കാനോ നിലവിലത്തെ തൊഴിലിൽ പുരോഗതി ഉണ്ടാകാനോ ഒക്കെ ഇടയുണ്ട്. ബിസിനസ്, പുതിയ സംരംഭങ്ങൾ എന്നിവ തുടങ്ങാൻ അനുകൂലമായ വർഷമാണിത്. നിലവിൽ ബിസിനസ് ചെയ്യുന്നവർക്കും ഈ വർഷം ഗുണകരമാണ്. ഭൂമി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്കും വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അതിന് അനുകൂലമായിട്ടുള്ള വർഷമാണിത്. നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മറ്റുള്ളവരുടെ സഹായം ലഭിച്ചേക്കാം. ഈ സമയത്ത് വാശി പിടിച്ചിരിക്കുന്നത് ഒട്ടും നല്ലതല്ല. കിട്ടുന്ന അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുക. സമയം നല്ലതാണ് എന്ന് വെച്ച് നേരാവണ്ണം ചിന്തിക്കാതെ എന്തിനും ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ പരാജയം ഉണ്ടായേക്കാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സാവധാനം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക. രോഗം മാറി ശരീരസുഖമൊക്കെ ലഭിക്കുന്ന വർഷമാണ്. സാമ്പത്തികം മെച്ചപ്പെടാം. നിലവിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. ചില ഭാഗ്യാനുഭവങ്ങൾക്കും ഇടയുള്ള വർഷമാണ്. കലഹങ്ങളും പിണക്കങ്ങളുമൊക്കെ പറഞ്ഞു തീർക്കാൻ സാധിക്കും. നല്ല യാത്രകൾ നടത്താം. നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം. ഈ നല്ല ഫലങ്ങൾ അതുപോലെ ഉണ്ടാകണമെങ്കിൽ ജാതകത്തിലും സമയം നല്ല ദശാപഹാരങ്ങൾ ആയിരിക്കേണ്ടതുണ്ട്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറ്. മകരക്കൂറിൽ ജനിച്ചവർക്ക് മാർച്ച് 29-ന് 7.5 ശനി മാറുമെങ്കിലും മെയ് പകുതിയോടെ വ്യാഴം 6-ലേക്ക് മറയും. അതുകൊണ്ട് തന്നെ 2025 കാര്യമായിട്ടുള്ള പുരോഗതികൾ ഉണ്ടാകണം എന്നില്ല. ഭാഗ്യദോഷങ്ങൾ വേട്ടയാടുന്ന വർഷമാണിത്. പലതും അരികിലെത്തിയിട്ട് നടക്കാതെ പോകാം. ആകമൊത്തം മനസ്സമാധാനം കുറഞ്ഞിരിക്കും. ഒരു കാര്യത്തിലും പെട്ടെന്നങ്ങോട്ട് നീക്കുപോക്ക് ഉണ്ടാകില്ല. പല വിധേനയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയുണ്ട്. ശരീരം ദുർബലപ്പെടാം. മനസ്സിൽ പല ടെൻഷനും ഉണ്ടായി വരാം. ഉറച്ച ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന വർഷമാണ്. പ്രിയപ്പെട്ട ചില ശീലങ്ങളെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒഴിവാക്കേണ്ടതായിട്ട് വരും. ധൈര്യത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഒരു വർഷം നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നും അത്ര ഈസി ഗോയിങ് ആയിരിക്കില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ കുറച്ചൊക്കെ മാറുന്ന വർഷമാണ്. കടബാധ്യത തീർക്കാനൊക്കെ ശ്രമിക്കാവുന്നതാണ്. എന്നാൽ കാര്യമായിട്ടുള്ള സാമ്പത്തിക പുരോഗതി ഉണ്ടാകില്ല. കുടുംബത്തിൽ നേരിട്ട് വന്ന ചില പ്രയാസങ്ങൾ മാറാനാണ് സാധ്യത. ജീവിത പങ്കാളിയുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാൽ അതിന് സാധിക്കുന്ന വർഷമാണ്. യാത്ര കാരണവും പ്രിയപ്പെട്ടവർ കാരണവുമൊക്കെ ധനനഷ്ടം ഉണ്ടായേക്കാം. ഏത് കാര്യവും ശ്രദ്ധിച്ച് ചെയ്യുക. തെറ്റായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. പല അബദ്ധങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ഒന്നിലും
അങ്ങോട്ട് മനസ്സ് ഉറപ്പിച്ചു നിൽക്കാൻ കഴിയാതെ വരും. മനസ്സ് വല്ലാണ്ട് ചഞ്ചലപ്പെട്ടിരിക്കുന്ന വർഷമാണ്. പരിശ്രമത്തിനനുസരിച്ച് പലപ്പോഴും മുന്നേറാൻ സാധിക്കാതെ വരും. തർക്കിച്ച് സ്വന്തം നിലപാടുകൾ സമർത്ഥിക്കാൻ കഴിയുന്ന വർഷമാണ്. കലഹങ്ങളിലും വാദപ്രതിവാദങ്ങളിലുമൊക്കെ വിജയിക്കാൻ ആകും. മത്സരങ്ങളിൽ വിജയിക്കാവുന്ന വർഷമാണ്. നിലവിൽ അനുഭവിക്കുന്ന തൊഴിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടേക്കാം. എന്നാൽ തൊഴിലിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാകണം എന്നില്ല. ഉള്ള തൊഴിലിനെ നിലനിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പെട്ട്, തുളസിമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവിട്ടം രണ്ടാം പകുതി, ചതയം, പൂരിരട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂർ. ഏഴര ശനിക്കാലം ആണെങ്കിലും മെയ് പകുതിക്ക് ശേഷം വ്യാഴം അനുകൂലമാവുകയാണ്. അതുകൊണ്ട് തന്നെ ചില നല്ല കാര്യങ്ങൾ നടക്കാനിടയുള്ള വർഷമാണ് 2025. ജീവിതത്തിൽ നേരിട്ട് വന്ന ചില തടസ്സങ്ങളൊക്കെ മാറിവരും. പരിശ്രമിച്ചാൽ വിജയമുണ്ടാക്കാവുന്ന വർഷമാണിത്. ആരോഗ്യ പ്രശ്നങ്ങൾ മാറി ശരീരസുഖം ലഭിക്കാം. തൊഴിലിലെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടും. തൊഴിലിൽ പുരോഗതി ഉണ്ടാകാം. മെച്ചപ്പെട്ട തൊഴിൽ ലഭിച്ചു എന്ന് വരാം. നേരിട്ട് വന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടായേക്കാം. പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനാകുന്ന വർഷമാണ്. അതിനൊന്നും പ്രശ്നമില്ല. വിവാഹ തടസ്സമൊക്കെ മാറാം. ഗൃഹനിർമ്മാണം, ഭൂമി ലാഭം എന്നിവയ്ക്ക് ശ്രമിക്കുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ്. വിദ്യാ തടസ്സം മാറി വിദ്യയിൽ പുരോഗതി ഉണ്ടാകാൻ ഇടയുണ്ട്. പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനാകുന്ന വർഷമാണ് 2025. കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറി സമാധാനം ലഭിക്കും. സന്താനലബ്ധിക്ക് അനുകൂലമായ വർഷമാണിത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്നത് ഈ ഒരു വർഷം നല്ലതായിരിക്കില്ല. എല്ലാത്തിൻ്റെയും പുറകെ പോകാതെ സ്ഥിരമായിട്ടുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തി പരിശ്രമിക്കുന്നതാണ് ഗുണകരം. നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. താൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെയൊക്കെ നടത്തിയെടുക്കാൻ സാധിച്ചു എന്ന് വരാം. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധ്യതയുള്ള കാലമാണ്. പണച്ചിലവ് കൂടിയിരിക്കാം. വരവിനേക്കാളും ചിലവ് കൂടിയിരിക്കുന്ന വർഷമാണ്. മറ്റുള്ളവരെ സഹായിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും അവസരം ലഭിച്ചു എന്ന് വരും. ശനിയുള്ള കാലമായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ച് ഡിലേ ആകും. എങ്കിലും മിക്കതും നടക്കുന്ന ഒരു വർഷമാകാനാണ് സാധ്യത. പൂരിരട്ടാതി അവസാനകാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറ്. മാർച്ച് അവസാനം മുതൽ ജന്മശനി ആരംഭിക്കുകയാണ്. മെയ് പകുതി മുതൽ വ്യാഴം 4ലേക്ക് കടക്കുകയും ചെയ്യും. ചില നല്ല കാര്യങ്ങൾ നടക്കുമെങ്കിലും അത്ര ഗുണകരമായിട്ടുള്ള വർഷമല്ല ഇത്. തടസ്സങ്ങൾ പലതും ഉണ്ടായേക്കാം. ഒന്നും പെട്ടെന്ന് നടക്കണം എന്നില്ല. പ്രതിബന്ധങ്ങളോട് പോരാടി അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. മനസ്സുഖം കുറഞ്ഞിരിക്കും. ഒന്നുമാറി പല ആകുലതകൾ മനസ്സിനെ വേട്ടയാടും. പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ആകില്ല. എല്ലാം ഡിലേ ആയി പോകുന്ന വർഷമാണ്. വെറുതെ സമയം കളയാനും വിനോദങ്ങളിൽ ഏർപ്പെടാനുമൊക്കെ താല്പര്യം കാട്ടും. വിലപ്പെട്ട ചില വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന വർഷമാണ്. അപകട സാധ്യതകൾ കരുതിയിരിക്കേണ്ടതുണ്ട്. റിസ്ക് പിടിച്ച കാര്യങ്ങളും ഭാഗ്യപരീക്ഷണങ്ങളും ഒഴിവാക്കുന്നതാണ് ഈ ഒരു വർഷം നല്ലത്. സ്ഥാനഭ്രംശത്തിന് ഇടയുണ്ട്. ഇഷ്ടജനങ്ങളുമായിട്ട് അകന്നിരിക്കാനുള്ള സാധ്യതയുള്ള വർഷമാണിത്. അന്യദേശവാസത്തിന് സാധ്യതയുണ്ട്. ഭരണാധികാരികളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ശ്രദ്ധക്കുറവ് കാരണം നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. വാഹനം, വീട്, ഭൂമി എന്നിവ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അത് നടക്കുന്ന വർഷമാണ്. നല്ല ബന്ധങ്ങളും സുഹൃത്തുക്കളുമൊക്കെ ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് പല പ്രയാസങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. ജോലി ഭാരം കൂടിയിരിക്കാം. യാത്രകൾ കാരണം ക്ഷീണിക്കാം. ആരോഗ്യമത്ര നന്നായിരിക്കില്ല. ശരീരസുഖം കുറഞ്ഞിരിക്കും. വല്ലാതെ തിരക്കായിട്ട് മാറുന്ന ഒരു വർഷമാണിത്. ഒന്നിനും സമയം തികയാതെ വരും. പലരും നമ്മളോട് സഹായം ചോദിച്ചെത്താനും അവരിൽ പലരെയും സഹായിക്കേണ്ടതായിട്ടും വരുന്ന വർഷമാണ്.
സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക വഴി പല നഷ്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷം കുറഞ്ഞിരിക്കും. എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. തെറ്റിദ്ധാരണകൾ കാരണം താൻ പലതിനും പഴി കേൾക്കേണ്ടി വന്നേക്കാം. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് കഴിയുന്ന വർഷമാണ്. തൊഴിലിൽ പല മാറ്റങ്ങൾക്കും ഇടയുണ്ട്. അലസതയും ഉത്സാഹക്കുറവുമൊക്കെ കൂടിയിരിക്കും. കാര്യമായി ഒന്നും ചെയ്യാൻ ഈ ഒരു വർഷം തോന്നില്ല. ബിസിനസ് ചെയ്യുന്നവർക്ക് പല നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ ഈ ഒരു വർഷം ഒട്ടും തന്നെ നല്ലതല്ല. സാമ്പത്തിക ഞെരുക്കം പലപ്പോഴും ഉണ്ടാകാം. ഒരു തരം വിഷാദം പലപ്പോഴും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും പോസിറ്റീവായി നേരിടാൻ ശ്രമിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദോഷഫലങ്ങൾ നിന്ന് അതിജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് 2025 27 നക്ഷത്രങ്ങൾ ജനിച്ചവരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകാൻ ഇടയുള്ള ശുഭാശുഭ ഫലങ്ങൾ. എല്ലാവർക്കും എല്ലാ നന്മകളും ഈ ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.